പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ലാസ് എങ്ങനെ പോകുന്നു? നല്ല ക്ലാസ്സാണോ? മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സിനെ പറ്റി? കൂടുതൽ വ്യക്തികൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പഠന പരമ്പരയിൽ പങ്കുചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ഇന്ന് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി കാണുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് കാണുന്നത്. ഇന്ന് നമ്മൾ രണ്ട് തലത്തിലുള്ള വ്യക്തികളെ ഇതിനകത്ത് കാണുകയാണ്. ഒന്നാമത്തെ വ്യക്തി അല്ലെങ്കിൽ സമൂഹം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ വ്യക്തിയോട് മധ്യസ്ഥം വഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. അതായത് ആ വ്യക്തിക്ക് അതിനെപ്പറ്റി അറിവില്ല, പക്ഷേ ദൈവം ആവശ്യപ്പെടുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 22-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം, ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കുവാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പ്രവാചകന്റെ 22-ാമത്തെ അധ്യായം ജെറുസലേമിന്റെ തിന്മകളെപ്പറ്റി, ജെറുസലേമിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അക്രമങ്ങളെയും വിവരിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ്. അതിനകത്ത് അവിടുത്തെ ജനങ്ങള്, അവിടുത്തെ പുരോഹിതര്, അവിടുത്തെ രാജാക്കന്മാര്, അവിടുത്തെ പ്രവാചകന്മാര് എല്ലാവരും അകൃത്യങ്ങൾ ചെയ്ത അകൃത്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുക. ഈ അകൃത്യങ്ങൾ കാരണം ജെറുസലേം നശിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമായി. ജെറുസലേമിന് അവൻ്റെ എല്ലാ കുക്രമങ്ങളെയും പ്രതിയുള്ള വലിയ ശിക്ഷ അതിൻ്റെ മേൽ വന്നാവസിക്കാൻ പോകുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമാണിത്. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരാണ് അന്വേഷിക്കുന്നത്? ദൈവം അന്വേഷിക്കുകയാണ്. പ്രിയ മക്കളെ, ദൈവം, നമ്മൾ ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ലേ, ദൈവം താഴത്തേക്ക് നോക്കുകയാണ്. ജെറുസലേമിലെല്ലാം നോക്കി, അവിടെ എവിടെയെങ്കിലും, ആ ലോകം മുഴുവൻ നോക്കുകയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവൻ അന്വേഷിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ. നമ്മൾ കോട്ടയെപ്പറ്റി വീണ്ടും കാണുകയാണ്. കോട്ട എന്തിനാണെന്ന് നമുക്ക് ഇതുകൊണ്ട് അറിയാം. കോട്ട സംരക്ഷണത്തിന് വേണ്ടിയാണ്. ജെറുസലേമിനെ നശിപ്പിക്കാതിരിക്കാൻ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, കോട്ട പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ. കോട്ടയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അവര് ജെറുസലേമും ദൈവവും തമ്മിലുള്ള ബന്ധത്തില് വലിയ വിള്ളലുണ്ടായിരിക്കുകയാണ്. ആ വിള്ളലിൽ നിലയുറപ്പിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ഒരു വ്യക്തിയെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഈ സമയം ഒരു മധ്യസ്ഥനും ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ദൈവം അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അറിയാത്ത സാഹചര്യങ്ങളിൽ, നമ്മൾ ഓർക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ അന്വേഷിച്ചു വരുന്ന ഒരു വചനമാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ ബോത്സ്വാന എന്ന് പറയുന്ന രാജ്യത്ത്, ആഫ്രിക്കയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ്. അവിടെ ഒരു 6 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി. അപ്പം അവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം 2017 അവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി. ആ ട്രെയിനിങ് 6 ദിവസം കഴിഞ്ഞ് തീരുന്ന ദിവസം ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ മടുത്തു. അപ്പം ഞാൻ ഓർത്തൊന്ന് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്ന് കരുതി കിടന്നു. രാത്രി ഒരു 2:30 സമയമായപ്പോൾ
ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ രാവിലെ എഴുന്നേറ്റിൻ്റെ മുറിയിൽ നിന്ന് നടന്ന് ഭക്ഷണശാലയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴി കോറിഡോറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പേര് സംസാരിക്കുകയാണ്. അപ്പം അവരിങ്ങനെയാണ് സംസാരിക്കുന്നത്: ഒരപകടമുണ്ടായി, ഒത്തിരി പേര് മരിച്ചു. അപ്പം ഞാനിത് കേട്ടിട്ട് കടന്നു പോകുന്നു. അപ്പം ഇത്ര മാത്രമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ എന്നെ കുലുക്കി വിളിക്കുന്ന ഒരു അനുഭവം. ഞാൻ പിടിയിൽ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കട്ടിലേലിരുന്നു. ചുറ്റും നോക്കി, ആരുമില്ല. അപ്പം ഞാൻ ഓർത്തത്, എന്താ, ആരോ എന്നെ കുലുക്കി വിളിച്ചല്ലോ. അങ്ങനെ ഓർക്കുമ്പോഴാണ് ഞാൻ ഈ സ്വപ്നം എനിക്ക് ഓർമ്മ വരിക. സ്വപ്നത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ: വലിയൊരു അപകടമുണ്ടായി, ഒത്തിരി പേർ മരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നോട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരു സന്ദേശം സ്വപ്നത്തിലൂടെ നൽകിയതാണ്. അപ്പം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടനെ അവിടെ ഇരുന്ന് കൊന്തയെടുത്തു, കൈകൾ രണ്ടും ഉയർത്തി. എന്നിട്ട് ഒരു കൊന്ത ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലി. അവിടെ ഇരുന്ന് ചൊല്ലിയപ്പോഴപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ്, ഇത് എന്ത് അപകടമാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു നേരം സ്തുതിച്ചു. ഞാൻ കിടന്നു. വീണ്ടും കിടന്നു കഴിഞ്ഞ് എനിക്ക് ഉറക്കം വന്നു. ആ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്വപ്നത്തിൻ്റെ വേറൊരു ഭാഗം കാണിച്ചു. അതായത് ഇങ്ങനെ ഒരു ലക്ഷറി ബസ് ഇങ്ങനെ ഒരു വളവ് തിരിച്ച് ഡ്രൈവർ എടുക്കുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഒരു ബസ് അപകടത്തെ പറ്റിയാണ് സംസാരിച്ചത്. കിടന്നുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ തയ്യാറെടുത്ത് പറഞ്ഞതുപോലെ കാപ്പി കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛനോടും അവിടുത്തെ ചെയർമാൻ ആലീസിനോടും ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. ഇന്നതുപോലെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പം അവർ പറഞ്ഞു, അത് ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം വെളിപ്പെടുത്തിയതായിരിക്കാം. കാരണം 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എല്ലാവരും തന്നെ ബസ്സിനാണ് തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് 2 ദിവസമൊക്കെ ബസ്സിന് യാത്ര ചെയ്ത് വേണം അവർക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ഈ ബസ്സിൽ പോയവരുടെ ആരെങ്കിലും ആക്സിഡൻ്റ് ആയിരിക്കും ദൈവം കാണിച്ചു തന്നത്. അപ്പം ബ്രദറിനെ കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ദിവ്യബലി ഉണ്ടായിരുന്നു. ദിവ്യബലിയുടെ സമയത്ത് അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛൻ കുറേ സമയം ഭാഷാപരത്തിൽ ഞങ്ങളെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിച്ചു. തിരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്, എല്ലാവരും തിരിച്ചെത്തിയോ എന്ന് എന്നെ അറിയിക്കണം ആലീസ് എന്ന് പറഞ്ഞ് ആലീസിനോട് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എല്ലാവരും സുരക്ഷിതമായിട്ട് തിരിച്ചു വീട്ടിലെത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സന്ദേശം നൽകുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, നമുക്ക് കിട്ടിയ സന്ദേശം നിവൃത്തിയാകണം, കാരണം അത് എന്നാലല്ലേ നമ്മുടെ സന്ദേശം ശരിയാവുകയുള്ളൂ. അങ്ങനെയില്ല. നമുക്ക് സന്ദേശം നൽകുന്നത് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ ദൈവം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മളോട് ദൈവം നമ്മളെ ഉണർത്തി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ കണ്ണുകളും കാതുകളും നാവുകളും ഒക്കെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞത്. അങ്ങനെ വിശുദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ, കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം പല സാഹചര്യങ്ങളിലും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് വേറൊരു സാഹചര്യം കാണാൻ സാധിക്കുന്നത് ഹബാക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിലാണ്. അവിടെ ഒരു മധ്യസ്ഥൻ തന്നെ ദൈവത്തോട് ചോദിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും, നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ആ വചനം പറയുന്നത് ഇതാണ്: ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും, അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ കാത്തിരിക്കുകയാണ് ദൈവം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഹബാക്കൂക്ക്
2:1. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ വീണ്ടും ജർമ്മനിയിൽ നിന്നൊരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഈ ട്രെയിനിങ് കോഴ്സ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഗ്രൂപ്പിലെ വ്യക്തികളെ ഇങ്ങനെ 10 പേര് വെച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിട്ട് വിട്ടു. വലിയ ഒരു കോമ്പൗണ്ടിലാണ് ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നത്. അവർ പല ഭാഗത്തായിട്ട് പോയിരുന്നു. ഏകദേശം 1 മണിക്കൂർ മിച്ചം എടുക്കും ഈ വർക്ക്ഷോപ്പിന്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ നടന്ന് എല്ലാവരും എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഗ്രൂപ്പ് ഇങ്ങനെ ചുറ്റും ഇരിക്കുകയാണ് കസേരയിട്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു സ്ത്രീ നിലത്ത് കിടന്ന് ഇഴയുകയാണ്. അപ്പം ആ സ്ത്രീ എന്തോ ജർമ്മനിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികളുടെയും കാലയിൽ പോയി പിടിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ട്രെയിനിങ് വളരെ പ്രശ്നമായി. കാരണം ഈ സ്ത്രീക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് ഇവർ കരഞ്ഞു നിർവിളിക്കുന്നത്, ഓരോരുത്തരുടെയും കാല് പിടിക്കുന്നത്. കാരണം ഇതൊന്നും പ്രാർത്ഥനയിൽപ്പെട്ട കാര്യമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി ആരും എന്താ ചെയ്യുന്നതെന്ന് കാണുന്നില്ല. ഞാൻ തിരിച്ചു വന്ന് ഹോളിൽ വന്ന് ശാന്തമായിട്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്നു. ഇവരുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഇവരെല്ലാം തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും അവരുടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അതിനകത്ത് സെക്രട്ടറിമാർ വന്നിട്ട് എന്താണ് സംഭവിച്ചത്, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്, എന്ത് സന്ദേശം കിട്ടി എന്നൊക്കെ പറയണം. അപ്പം അങ്ങനെ ഈ ഗ്രൂപ്പിൻ്റെ ടേൺ വന്നപ്പോൾ ഇതേ സ്ത്രീ, ഞാൻ ഈ നിലത്ത് കളന്ന് ഇഴയുന്ന കണ്ട ആ സ്ത്രീയാണ് മുകളിലേക്ക് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്ത്, ദൈവമേ ഇവർക്ക് വേറെ ആരെയും കിട്ടിയില്ലല്ലോ ഇതൊക്കെ പറയാനായിട്ട് എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഇവർ മുകളിൽ ചെന്നിട്ട് ഇവരുടെ അനുഭവം പറയുകയാണ്, അവരുടെ ഗ്രൂപ്പിൻ്റെ അനുഭവം. അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനോട് ആലോചന ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് ഞങ്ങൾക്ക് സന്ദേശം നൽകി, പ്രേ ഫോർ ദ കൾച്ചർ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ സംസ്കാരത്തിന് എതിരായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. നമുക്കറിയാമല്ലോ, ആത്മഹത്യയും ഉത്തനേസിയായും അബോർഷനും ഒക്കെ മരണത്തിൻ്റെ ഇറ്റ്സ് എ കൾച്ചർ ഓഫ് ഡെത്ത്. അപ്പം അതിനെതിരായി പ്രാർത്ഥിക്കുവാനായിട്ടാണ് അവർക്ക് സന്ദേശം കിട്ടിയത്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, അങ്ങനെ സന്ദേശം കിട്ടി ഞങ്ങൾ മുമ്പോട്ട് എന്തിനു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴേ കർത്താവ് എനിക്ക് ഒരു ദൃശ്യം, ഒരു ദർശനം നൽകി. ആ ദർശനത്തിൽ ഞാൻ കാണുന്നത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ പേരും കർത്താവ് എനിക്ക് തന്നു. ആ വ്യക്തിയുടെ പേര് ഫിലിപ്പ് എന്നാണ്. അപ്പൊ ഈ ഫിലിപ്പ് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇതും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ദർശനം ഇവൾ കാണുകയാണ്. അവളുടെ പേര് ജെന്നിഫർ. അപ്പൊ ഈ ജെന്നിഫർ ഇത് വിവരിക്കുകയാണ്, അങ്ങനെ ഞാൻ കണ്ടു. അപ്പം ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഫിലിപ്പിന്റെ അതേ വികാരം എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിലത്ത് കിടന്നിട്ട് ഓരോരുത്തരുടെയും കാല് പിടിച്ചിട്ട് അവരോട് പറയുകയായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞതായിട്ട് ഞാൻ ദർശനത്തിൽ കാണുന്നു. എന്നിട്ട് ഇവള് അവിടെ നിന്ന് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ബ്രദർ, ആം ഐ നോർമൽ? ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണോ, അല്ലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എന്നോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി ഒരു മനക്കടി ഉണ്ടായി. കാരണം ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു, അവൾക്കെന്തോ സംഭവിച്ചെന്ന്. പക്ഷേ ദൈവം ഒരു കാര്യം അവൾക്ക് വെളിപ്പെടുത്തി, അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഹബാക്കുക്ക് 2:1 പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിച്ചപ്പോൾ അവിടുന്ന് എന്തു പറയുമെന്ന് അവൾ കാത്തിരുന്നപ്പോൾ ദൈവം ഫിലിപ്പ് എന്ന വ്യക്തിയെ ജെന്നിഫറിന് കാണിച്ചു കൊടുക്കുകയാണ് ആ ഗ്രൂപ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പ് മൊത്തം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വ്യക്തി ആ സമയത്ത് തന്നെ ഈ മരണത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:27 നമ്മളോട് പറയുന്നത്, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവന് ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവഹിതമനുസരിച്ച്
മധ്യസ്ഥം വഹിക്കുന്നു. അപ്പം നമുക്ക് ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് വ്യക്തികൾ പറയുന്ന നിയോഗങ്ങൾ ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു, ഇമെയിലിൽ അയച്ചു, ഫോൺ ചെയ്ത് പറഞ്ഞു, നേരിട്ട് കണ്ടു പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് പല ആവശ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ലിസ്റ്റുണ്ട് നമ്മുടെ അടുത്ത്, അല്ലേ? രോഗികളായിട്ട് ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷന് പോകുന്നവരെ, കോവിഡ് ബാധിച്ചവരെ, പരീക്ഷ എഴുതുന്നവരെ, ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ഇങ്ങനെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ലോങ് ലിസ്റ്റ് നമ്മുടെ അടുത്തുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇറ്റ്സ് എ ട്രിനിറ്റേറിയൻ പ്രെയർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ത്രിത്വൈക പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചാനലിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുക. ആ ചാനൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഈശോ നിരന്തരമായി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുകാരാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ ഈശോയുടെ ചാനൽ, പരിശുദ്ധാത്മാവിൻ്റെ അതേ ചാനലിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മളും അതിൽ പങ്കാളികളാകുക. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ചോദിക്കുന്നത് നാം ചോദിച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ് എന്ന് 1 യോഹന്നാൻ 5:14 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തത് ഞാൻ ഓർക്കുന്നു. അത് 10 മെയ് 1994 ഞങ്ങളെ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കാനായിട്ട് ഞാൻ ബോംബെയിൽ നിന്നൊരു ടീമിനെ ഡൽഹിയിലാണ് മധ്യസ്ഥ പ്രാർത്ഥനയെ പഠിപ്പിക്കാനായിട്ട് ഞാനൊരു ടീമിനെ അവിടെ വിളിച്ചിരുന്നു. അവർ ബോംബെയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കിങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഡൽഹിയിൽ ഷാജഹാൻ പണിയിച്ച 4 കോട്ടകൾ, ഫോർട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഡൽഹിയുടെ നവീകരണത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. അതിന് ഗേറ്റുകൾ എന്നാണ് പറയുന്നത്. തുർക്കുമാൻ ഗേറ്റ്, അജ്മീരി ഗേറ്റ്, കാശ്മീരി ഗേറ്റ്, ഇങ്ങനെ ഡൽഹിയിൽ പഴയ ഓൾഡ് ഡൽഹിയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഗേറ്റുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. കാരണം ഈ കോട്ടകൾ ഡൽഹിയുടെ നവീകരണത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നു, തടസ്സമായിട്ടൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്ന് അവർക്കൊരു സന്ദേശം കിട്ടി. അപ്പോൾ അവരവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഈ സന്ദേശങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മെയ് 10 1994 കാര്യമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 5 മണിയായപ്പം ഞങ്ങൾ ഈ കോട്ടകളുള്ള സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് കർത്താവ് തന്ന സന്ദേശം അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഓരോ കുരുത്തോലയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ ബൈബിൾ തുറന്നിട്ട് സങ്കീർത്തനം 24:7 മുതലുള്ള 10 വരെയുള്ള വചനങ്ങളെടുത്ത് ഈ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ വചനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഗേറ്റിലൂടെ അകത്തേക്ക് കയറി. ഈ 5 സ്ഥലങ്ങളിലും പോയി ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പൊ ഈ വചനമാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. അപ്പം ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ഓലയും വീശി ഈ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് പ്രവേശിച്ചു, ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. 5 ഗേറ്റുകളിൽ നിന്ന്. അന്ന് എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു.
കേൾക്കുന്ന നിങ്ങൾക്കും തോന്നുമായിരിക്കും ഇത് എന്തൊരു വിഡ്ഢിത്തമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, 94 നടന്ന കാര്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഡൽഹിയിലെ നവീകരണം വളർന്നിട്ടുണ്ട്. അതിനുശേഷം ഡൽഹിയുടെ നവീകരണത്തിൻ്റെ വലിയ വലിയ ചലനങ്ങൾ കാണാൻ സാധിച്ചു. അതൊരു വളരെ ശക്തമായ പ്രാർത്ഥന ആയിരുന്നു എന്ന് ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ വേറെ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ പ്രാർത്ഥനകളും പ്രാർത്ഥനാ ശൈലികളും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്നെന്ന് വരും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റും കൊണ്ട് പോയി പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കയ്യിൽ കൊണ്ടുപോവുക, അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് പ്രാർത്ഥിക്കുക. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വ്യാപ്തിയും ഫലപ്രാപ്തിയും നിയന്ത്രിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒത്തിരി കൂടുതൽ ശക്തിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 4:3 പറയുന്നു, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം മാനുഷികമായ ചിന്തയിൽ നിന്നും അതീതമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, സൗത്ത് കൊറിയയിൽ പോയിട്ട് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഒന്നിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ജൂൺ 2009 അങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ. അതിനുശേഷം കുറച്ച് ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ കുറച്ചൊക്കെ ഒത്തുതീർപ്പുകൾ അവർ തമ്മിലുണ്ടാകുന്നത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയായിട്ട്. അപ്പം ഇങ്ങനെ ദൈവഹിതമനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. സങ്കീർത്തനം 40:8, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഒരു മധ്യസ്ഥൻ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ 2033 വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈശോയുടെ മിഷൻ, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉയർപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ വരവ്, പന്തക്കുസ്ത, ഇതിൻ്റെ എല്ലാം 2000 വർഷം നമ്മൾ ഘോഷിക്കാൻ പോവുകയാണ്. വലിയ ഗ്രേറ്റ് ജൂബിലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയും അതനുസരിച്ച് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും. പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നയാൾ, അല്ലെ പ്രവാചകൻ, ഒരു വക്താവാണ്. ഈസ് എ സ്പോക്സ് പേഴ്സൺ. ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നു. അങ്ങനെ ആ പ്രവാചകൻ അത് പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥന, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അപ്പം അവനൊരു പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും എന്ന് ഉൽപ്പത്തി 20:7 എബ്രാഹിമത്തെ പറ്റി ദൈവം പറയുന്നുണ്ട്. അവനൊരു പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന വ്യക്തികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുമ്പോൾ, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെ പദ്ധതികളനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുകയാണ്. പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ലിസ്റ്റുമായിട്ടല്ല ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ചെല്ലുക. പക്ഷേ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറുമായിട്ട്, പെനായിട്ട് നമ്മൾ അവിടെ പോകുന്നു. ദൈവം നമുക്ക് അവിടുത്തെ ഹിതം വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്.
നമ്മൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഒരുങ്ങേണ്ടതുണ്ട്. കാരണം ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 2 ക്ലാസ്സുകൾ കൂടിയുണ്ട്. അത് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രവാചക മധ്യസ്ഥരായിട്ട് മാറാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുങ്ങാം. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏറ്റെടുത്ത് ശക്തരായിട്ടുള്ള പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായി ഉയർത്തട്ടെ. ആമേൻ.